ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപേടെ പുതിയൊരു പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അപ്പച്ചൻ വല്യപ്പച്ചൻ കാണാൻ വേണ്ടി വരികയാണ് അലീനയെ. അങ്ങനെ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ഞാൻ തുരത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീനയെ കാണാൻ ചെല്ലുന്നത്. അങ്ങനെ റൂമിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് റൂം അടഞ്ഞു കിടക്കണ കാണുമ്പോൾ ലാലിച്ചൻ പുറത്തുനിന്ന് തട്ടുന്നുണ്ട്. അപ്പോ ആ സമയം അപ്പച്ചൻ പറയാണ്, ഇവിടെ പണിയൊന്നുമില്ലല്ലോ, സുഖമായിട്ട് കിടന്നുറങ്ങായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അകത്തേക്ക് വാതിൽ തുറന്ന് ചെല്ലുമ്പോൾ അവിടെ അലീനയെ കാണുന്നില്ല. അപ്പോ ആ സമയത്ത് അലീന അപ്പുറത്ത് നിന്നിട്ട് ഞാനിവിടെ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ സമയം വല്യപ്പച്ചൻ കാണുകയാണ് അലീനയെ. അപ്പൊ അലീനയെ കണ്ട് വല്യപ്പച്ചന്റെ ആകെ അന്തം വിട്ട് കണ്ണും തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ലാലിച്ചനാണെങ്കിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ്, അതെ ഇത് തന്നെയാണ് ആള് എന്നുള്ള രീതിയിൽ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അലീന അരികിലേക്ക് വരികയാണ്. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, ഇത് ആരാണെന്നറിയോ, നിന്റെ വല്യപ്പച്ചൻ, എന്റെ അപ്പൻ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പച്ചന് നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, ഞാൻ എന്തായാലും അവിടെ നിൽക്കാമെന്നും പറഞ്ഞ് ലാലിച്ചൻ അവിടെ നിന്നും പോവുകയും അലീനയോട് കണ്ടപാടെ തന്നെ വല്യപ്പച്ചൻ പറയാണ്, എന്റെ ചിന്നമ്മയെ പോലെ തന്നെയുണ്ട് നീ എന്ന് പറയുകയാണ്. എന്നെ ഇവിടെ നിന്ന് തുരത്താൻ വന്നതല്ലേ വല്യപ്പച്ചൻ, എപ്പോഴാ പോണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഇന്ന് പോണോ അല്ലെങ്കിൽ നാളെ മതിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതിപ്പോ നിന്നോട് ഇപ്പൊ ആരാ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞത്, ഈ കുട്ടി എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയണത് എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കാണ്. എന്തായാലും കണ്ട പാടെ തന്നെ നല്ല ഇഷ്ടാവുകയാണ് നമ്മുടെ അലീനയെ. അപ്പൊ എന്താ കുടിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോ വന്ന പാടെ തന്നെ ലാലിച്ചൻ എനിക്ക് കുടിക്കാൻ തന്നു എന്ന് പറയുന്നുണ്ട്. കൊള്ളാം എന്ന് പറയുകയാണ്. എന്നാലും വാ, നിന്റെ കൈ കൊണ്ടൊരു ചായ കുടിക്കാമെന്നും പറഞ്ഞ്, എന്നാ വാ ഞാൻ ഇട്ട് തരാമെന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അലീന അവിടേക്ക് വന്നത്. അപ്പം നമ്മുടെ അവതക്കിട്ട് ചായനാണെങ്കിൽ നല്ല രീതിയിൽ ചീത്ത പറയുകയാണ് അവനെ. നീ ആരാണ് ഇത്ര വല്ലാതെ, നിനക്ക് മാത്രം അടുക്കള ഭരിക്കുക, നിന്റെ സ്വന്തം വീടാണ് ഇത് നിന്റെ മുതലാളിയുടെ മകളാണ് നിൽക്കുന്നത്, അവർക്കൊരു ചായ ഇടാൻ പറ്റില്ലെന്നോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. മരക്കഴുത എന്നൊക്കെ ചോദിച്ചന്. അപ്പൊ അലീന പറയുന്നുണ്ട്, ദേഷ്യപ്പെടല്ലേ വല്യപ്പച്ച, ഞാൻ ചായ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കാണ്. അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് വല്യപ്പച്ചനും അതുപോലെ ആ ജോലിക്കാരനും അലീനയെ ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കുകയാണ്. വല്യപ്പച്ചൻ ചായ കുടിച്ച പാടെ തന്നെ പറയുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി, ഇതാണടാ ചായ. എന്തായാലും ഇവള് ഇതൊക്കെ ഒന്ന് എങ്ങനെയൊക്കെയാണ് ഇടേണ്ടത് അളവും കാര്യങ്ങളും ഇവരോട് പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, വല്യപ്പച്ചന് ചായ വേണമെങ്കിൽ ഞാനില്ല ഇട്ട് തരാനായിട്ട് എന്ന് അലീന പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ചായയും കുടിച്ചിട്ട് മകന്റെ അരികിലേക്ക് വീണ്ടും വരികയാണ്. അപ്പൊ എന്തായ അപ്പച്ച, അവളെ എപ്പോഴാ പറഞ്ഞു വിടേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ പറയുന്നത്, അവളെ പറഞ്ഞു വിടണ്ടേടാ, നീ എന്തുകൊണ്ടാ അവളെ അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായി. ചിന്നമ്മന്റെ അതേപോലെ തന്നെ അതേ ചിരിയും അതേ സംസാരവും അതേ മിടുക്കും എല്ലാം ഉണ്ട്. ചിന്നമ്മയുടെ സ്വഭാവമാണെങ്കിൽ നിന്നെ അവള് വരച്ച വരയിൽ നിർത്തും, അത് ഉറപ്പാണ്. അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ, അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, പിന്നെ ഇത്തിരി കൂടി സ്നേഹം നീ അവൾക്ക് കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എസ്റ്റേറ്റ് കാണാൻ വേണ്ടിയിട്ട് അവര് 3 പേരും പുറത്തേക്ക് പോവുകയാണ്. ലാലിച്ചൻ വണ്ടി എടുക്കുന്നുണ്ട്, അതുപോലെ അപ്പച്ചൻ പുറകിലും അലീന അങ്ങനെ ഇരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ 3 പേരും ചേർന്ന് ഒരു ട്രിപ്പ് എന്ന രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടി ഒരു യാത്ര പോകുന്ന ഭാഗമൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വൈജയന്തി അടുക്കളയില് 3 പിള്ളേരും ചേർന്നിട്ട് വലിയ തമാശയും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ വൈജയന്തിക്ക് പിള്ളേർ പണിയെടുക്കണ കാണുമ്പോൾ വലിയ താല്പര്യമില്ല. അപ്പോ ഇവൻ വരുന്ന സമയത്ത്, ബാലൻ വരുന്ന സമയത്ത് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അതെ എനിക്ക് ഈ വീട്ടിലോട്ട് അലീനയെ പോലെ ഒരു വേലക്കാരിയെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയെ പോലെ ഒരു വേലക്കാരിയെ നിനക്ക് കിട്ടില്ല, പക്ഷേ വേലക്കാരിയെ നിനക്ക് കിട്ടും, അത് ഞാൻ തയ്യാറാക്കി തരില്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. വൈജയന്തി അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.